ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? റഷ്യ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണ്? അമേരിക്ക. കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിൽ സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. ലോകത്തിലെ ഏറ്റവും പഴയ രാജ്യം ഏതാണ്? സാൻ മറീനോ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? വത്തിക്കാൻ. ഏത് രാജ്യത്താണ് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്? ബുർജ് ഖലീഫ, UAE. ഏത് രാജ്യത്താണ് ഏറ്റവും ഉയരമുള്ള പ്രതിമ ഉള്ളത്? സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ, ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മക്കയിലെ പള്ളി, സൗദി അറേബ്യയിൽ. ഏറ്റവും വലിയ ക്ഷേത്രം ഉള്ള രാജ്യം ഏതാണ്? അങ്കോർ വാട്ട്, കംബോഡിയ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, വത്തിക്കാൻ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? 1888. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ആരാണ്? ഗുൽസാരിലാൽ നന്ദ. വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഏത്? ഇംഗ്ലണ്ട്. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. ഡ്യൂറൻഡ് കപ്പ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോൾ. ലാസ്കോ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫ്രാൻസ്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെറോഡോട്ടസ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ എന്താണ് വിളിക്കുന്നത്? ഭ്രമണം എന്നാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ വിളിക്കുന്നത്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ഇറാസ്തോസ്തനീസ്. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നടന്നത് എവിടെയാണ്? ലാഹോർ. പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഭീംബേട്ക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത്? 1951. ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നേതാവ് ആരാണ്? സി രാജഗോപാലാചാരി. കോട്ടയം ക്രിസ്ത്യാനികളുടെ കലാരൂപമായ ചവിട്ടുനാടകം ഏതു വിദേശികളുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാർ. റിപ്പബ്ലിക് ചടങ്ങിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? രാഷ്ട്രപതി. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. റെഡ് ക്രോസ് സ്ഥാപകൻ ആരാണ്? ജീൻ ഹെൻറി ഡ്യുനന്റ്. ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏത്? ലോഹക്കൂട്ട്. ഇന്ത്യയിലെ സജീവമായ ഏക അഗ്നിപർവ്വതം ഏത്? ബാരൻ.
കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശ്ശൂർ. വനത്തിൻ്റെ നാട് എന്നർത്ഥം വരുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. മലബാർ കലാപം നടന്ന വർഷം ഏത്? 1921. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് 1809 ജനുവരി 11 ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പ്രഖ്യാപിക്കുകയുണ്ടായി. ആരാണ് ഈ വിളംബരം പ്രഖ്യാപിച്ചത്? വേലുത്തമ്പി ദളവ. ലത്തീൻ എന്നറിയപ്പെട്ടിരുന്ന ഭാഷ ഏതാണ്? ലാറ്റിൻ ഭാഷ. 13-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏത്? ഇറ്റലി. ഭാരതത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കപ്പെടുന്നു. ആരാണ് ആ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഡെക്കാമറോൺ കഥകളിലൂടെ പ്രസിദ്ധനായ ഇറ്റാലിയൻ കവിയും കഥാകാരനും വിജ്ഞാന സാഹിത്യകാരനുമായ വ്യക്തി ആര്? ബൊക്കാച്ചിയോ. 2018 പ്രളയത്തിനു ശേഷം സർക്കാർ കേരളത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? റീബിൽഡ് കേരള. ഏത് ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഭൂപടശാസ്ത്രം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്നത് എങ്ങനെ? ചരിത്രാതീത കാലം. AD എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അന്നോ ഡൊമിനി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ 70-ാം വാർഷികാചരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടത്തിയ ആഘോഷ പരിപാടികളുടെ പേര്? നൈതികം. ഭക്ഷ്യസുരക്ഷാ നിയമം അംഗീകരിച്ച വർഷം ഏത്? 2013. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രമാദിത്യ വരഗുണൻ. കൊല്ലവർഷം ആരംഭിച്ചത് എപ്പോഴാണ്? AD 825 ഓഗസ്റ്റ് 25. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി. കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് ആരാണ്? രാജശേഖരവർമ്മൻ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? നൂറനാട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ഇന്ത്യയിൽ വിവിധ ഇനം മാപ്പുകൾ നിർമ്മിക്കാൻ അധികാരമുള്ള സ്ഥാപനം ഏത്? സർവേ ഓഫ് ഇന്ത്യ. വിഷുവ ദിനങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. ഈ ദിനങ്ങളിലെ രാത്രിയുടെയും പകലിൻ്റെയും പ്രത്യേകത എന്ത്? രാത്രിയും പകലും തുല്യമായിരിക്കും. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് എന്താണ്? കാർട്ടോഗ്രാഫർ. കേരളത്തിൽ ആദ്യ തീവണ്ടി സർവീസ് നടന്നത് 1861 മാർച്ച് മാസത്തിലാണ്. എവിടെ നിന്നും എങ്ങോട്ടായിരുന്നു ആദ്യ യാത്ര? ബേപ്പൂരിൽ നിന്നും തിരൂരിലേക്ക്.
സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ സവർണ ജാഥയുടെ നേതൃത്വം വഹിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. 2019 വനിതാ വിഭാഗം ബാഡ്മിൻ്റൺ സിംഗിൾസ് ഫൈനലിൽ കിരീടം നേടിയത് ആരാണ്? PV സിന്ധു. ദേശീയ പതാകയിൽ ധൈര്യം, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം ഏത്? കുങ്കുമം. ഏഷ്യ വൻകരയിൽ വിസ്തീർണമുള്ള രണ്ടാമത്തെ രാജ്യം ഏത്? ചൈന. 5 നദികളുടെ നാട് എന്നർത്ഥം വരുന്ന സംസ്ഥാനം ഏത്? പഞ്ചാബ്. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. പശ്ചിമഘട്ടത്തെ രണ്ടായി മുറിക്കുന്ന ചുരം ഏത്? പാലക്കാട് ചുരം. കേരളം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഈ പ്രഖ്യാപനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. ലോക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പെട്രാർക്ക്. കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്? ഭീംബേഡ്ക. പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഹൻസ്ഗി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏത്? മധ്യശിലായുഗം. മധ്യശിലായുഗ കേന്ദ്രമായ ബാഗർ രാജസ്ഥാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ആദംഗഡ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മധ്യപ്രദേശ്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നിരാഹാര സത്യാഗ്രഹം നടത്തിയ വർഷം ഏത്? 1918. കേരളത്തിലെ തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിന് നടപ്പിലാക്കിയ പദ്ധതി ഏത്? സുഭിക്ഷ കേരളം. മധ്യകാലഘട്ടത്തിൽ അറിവിൻ്റെ കേന്ദ്രവും ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള പ്രധാന കവാടവും ആയിരുന്ന നഗരം ഏത്? കോൺസ്റ്റാന്റിനോപ്പിൾ. ഫ്യൂഡൽ സാമൂഹ്യഘടനയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിച്ചിരുന്നത് ആർക്കാണ്? രാജാവിന്. മധ്യകാല യൂറോപ്പിൽ CE 1300 പ്ലേഗ് എന്ന പകർച്ചവ്യാധി പിടിപെട്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടതിനെക്കുറിച്ച് വിവരിക്കുന്ന സൃഷ്ടി ഏത്? ഡെക്കാമറൺ കഥകൾ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശങ്കരാചാര്യർ. മൂഷക രാജവംശത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ഏഴിമല. സുമോ ഗുസ്തി ഏതു രാജ്യത്തിൻ്റെ കായിക വിനോദമാണ്? ജപ്പാൻ. ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടി. കേരളത്തിലെ പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിൽ. ബുദ്ധവിഗ്രഹമായ കരുമാടിക്കുട്ടൻ കണ്ടെടുത്ത സ്ഥലം ഏതാണ്? അമ്പലപ്പുഴക്കടുത്ത കരുമാടി.
നവീന ശിലായുഗ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? ഗോർഡൺ ചൈൽഡ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത്? 1741. സതി സമ്പ്രദായം നിരോധിച്ചുകൊണ്ട് വില്യം ബെൻറിക് പ്രഭു ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം ഏത്? 1829. രാജാറാം മോഹൻ റോയ് തൻ്റെ ആശയങ്ങളുടെ പ്രചാരണത്തിനായി സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? ബ്രഹ്മസമാജം. നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്ക് ആണെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ. സ്റ്റാമ്പ് ശേഖരണം അറിയപ്പെടുന്ന ശാസ്ത്രീയ നാമം ഏത്? ഫിലാറ്റലി. അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് ആരാണ്? ചാണക്യൻ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ആനി ബസന്റിൻ്റെ ജന്മനാട് എവിടെയാണ്? അയർലൻഡ്. കേരളത്തിലെ ചുണ്ണാമ്പ് നിക്ഷേപമുള്ള ജില്ല ഏത്? പാലക്കാട്. സത്യശോധക് സമാജ് സ്ഥാപകനും മഹാരാഷ്ട്ര സ്വദേശിയുമായ നവോത്ഥാന നായകൻ ആരാണ്? ജ്യോതിറാവു ഫുലെ. വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിയ വർഷം ഏത്? 1498. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? മീററ്റ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ.